കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ പ്രകാരം സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രഥമ അധ്യാപികയായ ശ്രീമതി എസ് സുജയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടതിനാൽ അച്ചടക്ക നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്. പ്രകാരം കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ മാനേജർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആകയാൽ ബോയ്സ് HS പ്രഥമ അധ്യാപികയായ സുജ എസിനെ ഉടൻ പ്രാബല്യത്തിൽ വേലവിലക്ക് ഏർപ്പെടുത്തി ഇതിനാൽ ഉത്തരവാകുന്നു. സീനിയർ അധ്യാപികയായ ജി മോളിക്ക് HMന്റെ ചുമതല നൽകിക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരവ്, മാനേജറുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അർജുൻ രാജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ മാനേജ്മെന്റ് തന്നെ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? ബിനുൽ, തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രഥമ അധ്യാപികയായിട്ടുള്ള എസ് സുജാതയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്, അവർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സുജയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മാനേജർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് സുജയെ പ്രഥമ അധ്യാപിക സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പകരമായി ജി മോളിക്കാണ് ഇപ്പോൾ പ്രഥമ അധ്യാപിക സ്ഥാനം നൽകിയിട്ടുള്ള ചുമതല നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇവർക്ക് പ്രധാന അധ്യാപികയ്ക്ക് വലിയ വീഴ്ച ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇവരെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് മാനേജർക്ക് സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയത്. സ്കൂൾ മാനേജ്മെന്റ് ഉടനടി നടപടിയെടുത്തിട്ടില്ലെങ്കിൽ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടും, സസ്പെൻഡ് ചെയ്യുന്ന നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആ മുന്നറിയിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെ പ്രധാന അധ്യാപികയായിട്ടുള്ള എസ് സുജയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. വളരെ പെട്ടെന്നുള്ള നടപടി എന്ന് തന്നെ വേണ്ടി പറയണം. കാരണം അങ്ങനെ ഒരു വീഴ്ച ആ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിരുന്നു. അത് തെളിയിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഈ സ്ഥലം സന്ദർശിച്ച് അപകടത്തിന് വഴിതെളിച്ച കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇതിലൊക്കെ സുജയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ ഈ KCBയുടെ ലൈൻ പോയത് അത് തകരാറിലായി, അല്ലെങ്കിൽ 10 വർഷത്തോളമായി അവിടെ ഉണ്ടായിട്ടും മാറ്റാത്തത്, ഒപ്പം സൈക്കിൾ ഷെഡ് അവിടെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ അത് സ്ഥാപിക്കപ്പെട്ടത്, ഇതൊക്കെ കൃത്യമായി മാറ്റുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്നതിലോ പ്രധാന അധ്യാപിക അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിന് നൽകി. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാനേജറായിട്ടുള്ള തുളസീധരൻ പിള്ള ഈ പ്രധാന അധ്യാപികയ്ക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അർജുൻ, ഇത് വലിയ ഒരു വിഷയമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വിവാദമായിട്ടുള്ള ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ട വിഷയമാണല്ലോ. വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ, പരാതികളെല്ലാം തന്നെ ഉയർന്നിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ്, പ്രത്യേകിച്ച് ഇന്ന് അവിടെ എത്തിയ മന്ത്രി വി ശിവൻകുട്ടി തന്നെ കർശനമായ നടപടി ഉണ്ടാകും അല്ലെങ്കിൽ നടപടി എടുക്കണമെന്ന് മാനേജ്മെന്റിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്ന് വ്യക്തമാവുകയാണ്. തുടർ നടപടികളെ പറ്റി എന്തെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സൂചിപ്പിക്കുന്നുണ്ടോ അർജുൻ? പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയത് ഈ പ്രധാന അധ്യാപികയ്ക്ക് പുറമെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞിരുന്നു. കാരണം പ്രധാന അധ്യാപികയ്ക്ക് പുറമെ സ്കൂളിന്റെ ഫിറ്റ്നസ്, ഒപ്പം തന്നെ മറ്റ് അങ്ങനെയുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഫീൽഡ് വിസിറ്റ് ഒക്കെ നടത്തുന്നത് മറ്റ് ഉദ്യോഗസ്ഥരാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ അതിൽ ഉത്തരവാദിത്വമുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ടായിട്ടും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു നടപടി, അവർക്കെതിരെയും നടപടി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു.
നിൽക്കുന്നുണ്ട്. അവരോടും ഈ സുരക്ഷ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വിശദീകരണം തേടിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നേരത്തെ തന്നെ നിർദ്ദേശം വന്നിരുന്നു. അതായത് പ്രധാനപ്പെട്ടത് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ വീഴ്ച വരുത്തിയിട്ടുണ്ട്, സ്കൂളിൽ പരിശോധനയ്ക്ക് പോയിട്ടുള്ള ഉപവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് ഇന്നത്തെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അനധികൃത നിർമ്മാണമായിട്ടും അത് തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഉദ്യോഗസ്ഥർ പ്രധാന അധ്യാപിക ഉൾപ്പെടെ ശ്രമിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ പ്രധാന അധ്യാപികയിൽ നിന്ന് മാത്രം ഇതിന്റെ നടപടി അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ നടപടി ഒതുക്കില്ല വിദ്യാഭ്യാസ വകുപ്പ് എന്ന് കാണേണ്ടി വരും. ഒപ്പം ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെയും നടപടി ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അവരാണ് സ്കൂൾ ഫിറ്റ്നസിനായി പരിശോധന നടത്തിയത്. സ്കൂളിന് ഏതെങ്കിലും തരത്തിൽ തകരാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അപകട സാധ്യത ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയത് ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ്, ഉപവിദ്യാഭ്യാസ ഡയറക്ടറാണ്. അവരോടും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിട്ടുണ്ട്. അതായത് നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ചുള്ള റിപ്പോർട്ട് ഉപവിദ്യാഭ്യാസ ഡയറക്ടറോടും തേടിയിട്ടുണ്ട്. അതായത് ഈ നടപടി ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയിൽ മാത്രം ഒതുങ്ങില്ല, അത് മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകും. ഒപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റും ഇത്തരത്തിൽ അപകട ഭീഷണി ഉണ്ടായിട്ട് കൂടിയും ഇക്കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് നോട്ടീസ് നൽകാനും ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കേണ്ട ആൾ പ്രധാന അധ്യാപിക തന്നെയാണ്. കാരണം അവരുടെ സ്കൂളിൽ അങ്ങനെ അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് കൃത്യമായി പരിഹരിക്കുകയോ മുൻകൂട്ടി കാണുകയോ ചെയ്തില്ല. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുൻപായി വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദമായിട്ടുള്ള മാർഗരേഖ വന്നിരുന്നതാണ്. ആ മാർഗരേഖ പ്രകാരം സ്കൂളിൽ പരിശോധന നടത്തണം, സ്കൂളിൽ യോഗം വിളിക്കണം, ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളുള്ളത് മാറ്റണമെന്ന് നമ്മുടെ ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകം ഉത്തരവിറക്കി മാർഗനിർദ്ദേശം പുറത്തിറക്കിയതാണ്. പക്ഷേ അതൊന്നും നോക്കാതെ സ്കൂളിൽ ഇത്രയും അപകടകരമായിട്ടുള്ള രീതിയിൽ KCB ലൈൻ പോകുന്നു, അതിന് തൊട്ട് താഴെയായി ഇത്തരത്തിലൊരു സൈക്കിൾ ഷെഡ് ഉണ്ടാകുന്നു. അങ്ങനെ പ്രഥമമായി തീർച്ചയായും അർജുൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സ്കൂളുകൾക്ക് മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകൾ വരെ വെട്ടി മാറ്റണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സ്കൂളുകളിലെ അപകട ഭീഷണിയെല്ലാം മാറ്റണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി തന്നെ അന്ന് നേരിട്ട് അറിയിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഉത്തരവ് സർക്കാർ ഇക്കാര്യത്തിൽ ഇറക്കുകയും ചെയ്തു. വിവിധ തലത്തിലുള്ള പരിശോധനകളും നടത്തിയിരുന്നതാണ്. പക്ഷേ എന്നിട്ടും ഇത്ര അപകടകരമായ രീതിയിൽ ഒരു 440 വോൾട്ടുള്ള വൈദ്യുതി, വലിയ ഊർജ്ജപ്രവാഹമുള്ള ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്, ഇത്ര അപകടകരമായി കടന്നു പോകുന്നത്, അത് റിപ്പോർട്ട് ചെയ്യാതിരുന്ന പ്രധാന അധ്യാപികയ്ക്ക് പുറമെ അത് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കൊല്ലത്തെ ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ അതിൽ ഉത്തരവാദിത്തമുണ്ട്. മാനേജ്മെന്റിന് അക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന നിലയിൽ പ്രധാന അധ്യാപികയ്ക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുകയാണ്. പകരം മറ്റൊരു അധ്യാപികയ്ക്ക് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നു മാനേജ്മെന്റ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.